സംവിധാനം ചെയ്യുന്ന ടർബോ എന്ന സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള സർപ്രൈസ് ആയതുകൊണ്ട് we need both of them onto the stage please. First look poster ഉണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്യാൻ പോകും. പക്ഷെ അതിന് മുമ്പ് നമുക്ക് മമ്മൂക്കയെ കൊണ്ടുവന്നേ പറ്റും. മമ്മൂക്ക ഒന്ന് സ്റ്റേജിലേക്ക് ഒരിക്കൽ കൂടെ വരണം. Without you this would be incomplete. All right, ladies and gentlemen, I am going to set the stage for the official second look poster release of the movie Turbo, written by Mithun Manuel Thomas, directed by Vaishak, and of course starring the God, Mammootty. And here we go. സ്വിച്ചൊന്നുമില്ല, തനിയെ വരുവാന്നാണ്. സംവിധായകൻ രണ്ടു വാക്ക് പറയുന്നു. വാക്കിന് വഴക്കുണ്ടാക്കി പറഞ്ഞു. താങ്ക് യു. ജോസ് ഇങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിലൊരു ഭാഗമാണിത്. എന്തായാലും മമ്മൂക്ക രണ്ടു വാക്ക് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് മമ്മൂക്കയോട് ഒരു വലിയ സോറിയാണ് പറയാനുള്ളത്. കാരണം അത്രമേൽ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു സിനിമയിലും ആരെയും ഇതുവരെ ഇത്രയും കഷ്ടപ്പെടുത്തിയിട്ടില്ല. ഐ ആം സോ സോറി. കാരണം നമുക്ക് അവൾ പറഞ്ഞാലും പറയാം. ഒരു പ്രാവശ്യം നമുക്കത് പറഞ്ഞു, നീ എൻ്റെ പ്രായം മറന്നു പോകുന്നു. ഞാൻ നമുക്കോട് പറഞ്ഞു, എനിക്ക് നമുക്ക് പ്രായം 45-നും 50-നും ഇടയിലാണ്. കുറച്ച് നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, നീ അങ്ങനെ ചിന്തിച്ചാൽ മതി. കാരണം കഥാപാത്രത്തിൻ്റെ പ്രായത്തിലൂടെ മാത്രമേ ഞാൻ നമുക്ക് ഈ സിനിമയിൽ കണ്ടിട്ടുള്ളൂ. അത് ആ ക്യാരക്ടർ ചെയ്യുന്നതെല്ലാം നമുക്ക് കൊണ്ട് ഒരുപാട് ദിവസങ്ങൾ, രാവുകൾ, പകലുകൾ, 3 മണി വരെ 4 മണി വരെയൊക്കെ നിരന്തരം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലുള്ള ഏറ്റവും വലിയ വിശ്വാസവും നമുക്കിടെ എഫേർട്ടിന് നമുക്ക് സ്നേഹിക്കുന്ന എല്ലാവരും അതിന് സ്നേഹം തിരിച്ചു നൽകുമെന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച് മമ്മൂക്ക. സോറി. ഞാൻ ഈ പടത്തിന് ഷൂട്ടിങ് നടക്കുമ്പോൾ ഇതിനൊക്കെ കാരണം ആ റോബിനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾ എല്ലാ സ്ഥലത്തും പറഞ്ഞിരുന്നു, മമ്മൂക്ക ഭയങ്കര കഷ്ടപ്പെട്ടു, രാത്രി പോലുമില്ല ഷൂട്ട് ചെയ്ത്, അങ്ങനെ അവിടെ പോയി നടന്നു, കേരള ലോകം ഇന്ത്യ മുഴുവൻ ചുറ്റി എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കെട്ടിപ്പേരൊക്കെ നമ്മളിങ്ങനെ കഷ്ടപ്പെടുത്തി. ഇനി അടുത്ത ആരാണോ വരാൻ, ഈ അടുത്ത കഷ്ടപ്പെടുത്താൻ ആരാണെന്ന് അറിഞ്ഞൂടെ. ഈ പടത്തിനൊക്കെ എനിക്ക് 76 പരിക്കുകളുണ്ട് ഈ സിനിമയിൽ. കാണാവുന്ന തരത്തിലൊക്കെ ഉണ്ട്. അത് അടക്ക പരിക്കാം, അതിനെ കാണാൻ പാടില്ലാത്ത സ്ഥലത്തുമൊക്കെ ഉണ്ട്. അപ്പൊ സിനിമ അഭിനയം എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഒരു ദുർഘടം പിടിച്ച പണിയാണെന്നുള്ള ചില സമയത്ത് നമുക്ക് തോന്നും. രാത്രിയില്ല, പകലൊന്നില്ല, രാത്രിയില്ല, ഒന്നും പറയണ്ട. ഇവര് പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ല. നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ട വൈശാഖേട്ടൻ നമുക്ക് ഒരുപാട് കഷ്ടപ്പെടുത്തിയ സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫലം തിയേറ്ററിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ചെറിയ ആക്ഷൻ കോമഡി ജോണറിൽ പെടുന്ന ഞങ്ങളുടെ ഒരു ഉദ്യമമാണ് ടർബോ. അത് പ്രേക്ഷകരിലേക്ക് നല്ല രീതിയിൽ എത്തിക്കാൻ വേണ്ടി ഒരുപാട് പണം ചിലവാക്കി മുന്നിൽ നിന്ന ഇതിൻ്റെ നിർമ്മാതാവിനെ ഞാൻ പ്രത്യേകം നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അപ്പോൾ ആ കഷ്ടപ്പാടുകളെല്ലാം തിയേറ്ററിൽ അതെ അപ്പോൾ ആ കഷ്ടപ്പാടെല്ലാം തിയേറ്ററിൽ സഫലമാവട്ടെ എന്ന് എല്ലാ സിനിമ ഇറങ്ങുന്ന സമയത്തും ആഗ്രഹിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്നു. താങ്ക് യു. തോന്നുന്നു സിനിമയ്ക്ക് അഭിനയിച്ച് കാശ് കിട്ടുന്നില്ല. അത് ശരി തന്നെ, സിനിമ ഒരു കഷ്ടപ്പെട്ട പണിയാണ്. പക്ഷെ കഷ്ടപ്പെടാൻ വേണ്ടി തയ്യാറെടുത്തായാൽ മാതിരി ഇനിയും കഷ്ടപ്പെടാൻ തയ്യാറ്.